മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്നത് സെന്ററിലാണ്. ഹോള് വരുന്നിടത്താണ് മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഈ പ്ലേറ്റിന്, അല്ലേ? പ്ലേറ്റിൽ 200 ന്യൂട്ടൺ നമ്മൾ അതിന്റെ ആക്സിസിലൂടെ എക്സ് ആക്സിസിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ക്രോസ് സെക്ഷൻ വരുന്നത് ഹോളിന്റെ അടുത്താണ്. അവിടെ അത് കൂടാതെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് കൂടി വരാം. ഓക്കെ, ഇപ്പൊ സ്റ്റാറ്റിക് ലോഡിന്റെ കേസിൽ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് കാണണം. ഇനി സൈക്ലിക് ലോഡിങ്, ഇത് സ്റ്റാറ്റിക് ലോഡിങ് ആണ്. ഇതുപോലെ തന്നെ ഈ ലോഡ് സൈക്ലിക് ആയിരുന്നെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷനും നോച്ച് സെൻസിറ്റിവിറ്റിയുടെ എഫക്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അങ്ങനെയാണത് ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആയിട്ട് മാറുന്നത്. അങ്ങനെയുള്ളൊരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. രണ്ടാമത് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഒരു റോഡിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. റോഡിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള എൻഡുറൻസ് സ്ട്രെങ്തും ടെൻസൈൽ ഈൽഡ് സ്ട്രെങ്തും ഒക്കെ തന്നിട്ടുണ്ട്. ഇതിലൊരു ആക്സിയൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് സൈക്ലിക് നേച്ചർ ആണ്. സൈക്ലിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊരു മാക്സിമം ലോഡും മിനിമം ലോഡും വന്നിട്ടുണ്ട്. പിന്നെ അതിൽ സൈക്ലിക് ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വാല്യൂ തന്നിട്ടുണ്ട്, ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഡയമീറ്റർ ഡിറ്റർമിൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് തിയറീസ് ഓഫ് ഫെയിലർ വെച്ച് ചെയ്യാം, പക്ഷെ അത് സ്റ്റാറ്റിക് ലോഡിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഡൈനാമിക് ലോഡിംഗ് ആണ് വരുന്നത്. ഡൈനാമിക് ലോഡിംഗ് വരുന്ന സമയത്ത് നമുക്ക് സോഡർബർഗ് ലൈൻ, ഗുഡ്മാൻ ലൈൻ, ജെർബർ പാരാബോള മറ്റും ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഈൽഡ് സ്ട്രെസ് അല്ലെ ഈൽഡ് സ്ട്രെങ്ത് ക്വസ്റ്റിന് തന്നിരിക്കുന്നതുകൊണ്ട് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് എളുപ്പം? സോഡർബർഗ് മെത്തേഡ് അല്ലെ സോഡർബർഗ് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. സോഡർബർഗ് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ അൺനോൺ പാരാമീറ്റേഴ്സിനെ എല്ലാം കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ അതിലെ അൺനോൺ പാരാമീറ്റേഴ്സിനെ എല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനലി യു ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഡി. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മൾ മറ്റൊരു പ്രോബ്ലം കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടോടെ? ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പൊ ഇരിപ്പുണ്ടോ ആരൻ? ഉണ്ടോ? ഏബൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഏബൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഏതായിരുന്നു? അതായിരുന്നല്ലോ. ഓക്കെ. സോ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, എ കോൾഡ് ഡ്രോൺ സ്റ്റീൽ ബാർ, ഇറ്റ് ഈസ് ടു വിത്ത്സ്റ്റാൻഡ് ടെൻസൈൽ പ്രീലോഡ് ഓഫ് 36.3 kilonewton. Okay, and a fluctuating tensile load which varies from 0 to 72.6 kilonewton. The bar has geometric stress concentration factor 2.02 corresponding to a fillet whose radius is 4.75 mm. Okay, 4.75 mm. Determine the size of the bar for an infinite life and factor of safety 2. The material properties നമുക്ക് തന്നിട്ടുണ്ട്, സിഗ്മ YP and സിഗ്മ UT. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നാളെ നിങ്ങൾ ഇതിന്റെ ആൻസർ സബ്മിറ്റ് ചെയ്താൽ മതി. സ്വന്തമായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു കോൾഡ് ഡ്രോൺ സ്റ്റീൽ ബാർ വിച്ച് ഈസ് ടു വിസ്റ്റാൻഡ് എ ടെൻസൈൽ പ്രീലോഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ബാറിന്റെ ഒരു നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ഡ്രോൺ സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതെന്താണ്? സോ ഇവിടെ നമുക്ക് ബാർ ഈസ് ടു വിസ്റ്റാൻഡ് എ ടെൻസൈൽ പ്രീലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അതിന്റെ ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ ബാറിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഡയമീറ്റർ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ഇതൊരു സർക്കുലാർ ബാർ ആണെന്ന് അസ്യൂം ചെയ്യുക. സർക്കുലാർ ബാർ യൂഷ്വലി നമ്മൾ സർക്കുലാർ റോഡ് എന്നാണ് പറയേണ്ടത്, സർക്കുലാർ ബാർ എന്നല്ല. പക്ഷെ ഈ ക്വസ്റ്റ്യനിലെ വേഡിങ് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു, സർക്കുലാർ ബാർ. ഓക്കെ, ഇപ്പൊ ഇതിലേക്ക് ഒരു ടെൻസൈൽ പ്രീലോഡ് അപ്ലൈ ചെയ്യുന്നു. ടെൻസൈൽ പ്രീലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ടെൻസൈൽ പ്രീലോഡ് ആണ്. ടെൻസൈൽ നേച്ചർ, ബാറിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന നേച്ചറിൽ ഒരു ടെൻസൈൽ പ്രീലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? എഫ് പ്രീലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് 36.3 kilonewton. ഓക്കെ, ഇത് കൂടാതെ ഇതിലൊരു വേരിയബിൾ ലോഡിംഗ് കൂടി വരുന്നുണ്ട്. അതേതാണ്?
എഫ് മാക്സും എഫ് മിന്നും. ഓക്കെ, എഫ് മാക്സ് ഇപ്പൊ ടെൻസൈൽ പ്രീലോഡ് 36 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഈ എഫ് പി എ വരയ്ക്കുകയാണെങ്കിൽ, ടെൻസൈൽ പ്രീലോഡിനെ വരയ്ക്കുകയാണെങ്കിൽ അത് സ്റ്റാറ്റിക് നേച്ചർ ആണ്. അതിൽ ഒരു തരത്തിലുള്ള വേരിയേഷനും ഇല്ല, ഒരു തരത്തിലുള്ള വേരിയേഷനും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതേ സെയിം റോഡിൽ ക്വസ്റ്റിന് മറ്റൊരു ഡേറ്റയും കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന്. ഫ്ലക്ച്വേറ്റിംഗ് ലോഡിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് കൂടി കൺസിഡർ ചെയ്യാം. ആ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് കൂടി ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലേക്കും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. കാരണം ഫ്ലക്ച്വേറ്റിംഗ് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് 0യ്ക്കും 72.6നും ഇടയിലാണ്. അപ്പൊ 0 ഉണ്ട്, 72.6 ഉണ്ട്. അപ്പോൾ ഇതിൽ നെഗറ്റീവ് സൈൻ വന്നിട്ടില്ല. അതുകൊണ്ട് ലോഡ് കംപ്രസീവ് നേച്ചർ അല്ല, ടെൻസൈൽ നേച്ചർ ആണ്. അപ്പൊ ഏതിനൊക്കെ ഇടയിലാണ് വേരി ചെയ്യുന്നത്? 0, 72.6. ഇവിടെ എന്താണ്? 0 ലോഡ് കൊണ്ട് 72.6. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ കേസാണ്. ഒരു സ്റ്റാറ്റിക് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു, അതേസമയം ഇതിലൊരു സൈക്ലിക് അല്ലെ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് കൂടി ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. അത് സൈക്ലിക് നേച്ചർ ആണ്. അപ്പൊ ആ ലോഡിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? സോ ഇത് ടൈം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്, സ്ട്രെസ്, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ടൈം ആൻഡ് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എങ്ങനെയാ വേരി ചെയ്യുന്നത്? ലോഡ് കൂടി, അപ്പൊ ഇത് 0 ആണ്, ഇത് 72. ഓക്കെ, സോ ലോഡ് കൂടി ഇവിടെ വരുന്നു, വീണ്ടും കുറഞ്ഞ് 0യിൽ എത്തുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു. ഇങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് പോകുന്നത്. ഓക്കെ, സോ എഫ് പി ലോഡും അതുപോലെ തന്നെ സൈക്ലിക് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡും എങ്ങനെ ആക്ട് ചെയ്യുന്നെന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ലോഡിങ് ആക്ട് ചെയ്യുന്ന ഒരു ബാർ. അപ്പൊ ഇതില് നമുക്ക് ക്വസ്റ്റ്യനില് കെ എന്ത് തന്നിട്ടുണ്ട്? ജോമെട്രിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ 2.02 എന്ന് പറയുന്നത്. ജോമെട്രിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കെ ടി വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അല്ലേ? കെ ടി വാല്യൂ ആണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഏതാണ്? കെ എഫ് വാല്യൂ ക്വസ്റ്റ്യനിലെ ഡേറ്റയിൽ നിന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇതിലൊരു ഫില്ലറ്റ് ഉണ്ടെന്ന് പറയുന്നു. ആ ഫില്ലറ്റ് നമ്മൾ വരച്ചില്ല. ആ ഫില്ലറ്റ് റേഡിയസ് 4.75 ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഫില്ലറ്റ് വരുന്നത് കൊണ്ട് ഇതിന്റെ ഡയമീറ്ററിൽ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് വരുത്തിയിട്ട് വീണ്ടും അതിനെ വരയ്ക്കാൻ പറ്റും. സോ ഇങ്ങനെ ആയിരിക്കും ഈ ബാർ ഇരിക്കുന്നത് കേട്ടോ. ഇതിന്റെ വരച്ചതില് നമുക്ക് ബാറിന്റെ ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസം കൂടി നമുക്ക് വരുത്താം. ഓക്കെ, ബാറിന്റെ ഷേപ്പിൽ നമുക്കൊരു ചെറിയ വ്യത്യാസം കൂടി വരുത്തി വീണ്ടും അത് നമുക്ക് വരയ്ക്കാം. അപ്പൊ ഒരു ഫില്ലറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ബാറിന്റെ ഷേപ്പ് എങ്ങനെ വരും? ഇങ്ങനെയാണ് വരേണ്ടത്, അല്ലേ? ഇങ്ങനെയാണ് വരേണ്ടത്. ഫില്ലറ്റിന്റെ റേഡിയസ് 4.75 mm ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 4.75 mm ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, യു ഹാവ് ടു ഡിറ്റർമിൻ ദ ബാർ സൈസ്. ഓക്കെ, ബാർ സൈസ്. ഓക്കെ, സോ ഇതിലൊരു പ്രീലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു എന്താണ് മാക്സിമം മിനിമം ലോഡിങ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? സിഗ്മ വൈ പി തന്നിട്ടുണ്ട്, സിഗ്മ യു ടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ വൈ പി എന്ന് പറഞ്ഞാൽ ഈൽഡ് പോയിന്റ് സ്ട്രെസ് ആണ്, സിഗ്മ യു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് സോഡർബെർഗോ അല്ലെങ്കിൽ ഗുഡ്മാൻ റിലേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ ഇതൊരു സ്റ്റീൽ ബാർ ആയതുകൊണ്ട് കോൾഡ് ഡ്രോൺ സ്റ്റീൽ ബാർ ആയതുകൊണ്ട്, സ്റ്റീൽ ഒരു ഡക്ടൈൽ മെറ്റീരിയൽ ആയതുകൊണ്ട് യൂഷ്വലി സോഡർബെർഗ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ വാട്ട് ഈസ് സോഡർബെർഗ് ഇക്വേഷൻ? സോഡർബെർഗ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഡയമീറ്റർ ഡിറ്റർമിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോഡർബെർഗ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അത് ഡേറ്റാ ബുക്കിൽ ഓൾറെഡി അത് നിങ്ങൾക്ക് ആ ഇക്വേഷൻ അവൈലബിൾ ആണ്. ആ ഇക്വേഷൻ ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോഴ് കെ ടി എഫ് നമുക്കറിയത്തില്ല, സിഗ്മ എ അറിയത്തില്ല, സിഗ്മ മീൻ അറിയത്തില്ല, എ ബി സി അതുപോലെ സിഗ്മ എൻഡുറൻസ്, ഇത് എ അറിയത്തില്ല, ബി അറിയത്തില്ല, സി അറിയത്തില്ല, സിഗ്മ എൻഡുറൻസ് അറിയത്തില്ല. സിഗ്മ വൈ പി നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഇത് നമുക്കറിയാം, ഏതാ ഫാക്ടർ ഓഫ് സേഫ്റ്റി എൻ വാല്യൂ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ എ ബി സി വാല്യൂസ് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഡാറ്റ ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ എടുക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിംഗ് ആണെങ്കിൽ എ വാല്യൂ എത്ര എടുത്താൽ മതി? 0.8
85. ഓക്കെ, ഇനി നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം ആണ്. അതുകൊണ്ട് ബി വാല്യൂ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, അത് 1 ഇട്ട് കൊടുത്തിട്ട് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ ഡേറ്റാ ബുക്കിൽ ഓക്കെ സി വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡേറ്റാ ബുക്കിൽ ഫിഗർ 2.33 എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റാ ബുക്കിൽ പേജ് 25 ഉണ്ടോ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് പേജ് 25 സി വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ, സർഫസ് കറക്ഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാൻ ടേബിൾ 2.2 നോക്കാനാ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2.33 നോക്കേ 46 പേജിലെ 2.33 പേജ് 46 പേജ് 46 2.33. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വാല്യൂ തന്നിട്ടുണ്ട്? നിങ്ങൾ എടുത്തോ, ഡേറ്റാ ബുക്ക് എടുത്തോ? ഉണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഡേറ്റാ ബുക്കിൽ ഫിഗർ 2.33 അല്ലെ, ഫിഗർ 2.33 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫിഗർ 2.33 അതിന്റെ എന്താണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്. അപ്പൊ റൈറ്റ് സൈഡിൽ വരുന്നത് സർഫസ് കോഎഫിഷ്യന്റ് ഫോർ ടോർഷൻ ആണ് അല്ലെ. ഇനി ലെഫ്റ്റ് സൈഡിൽ വരുന്ന വൈ കോർഡിനേറ്റ് ഏതാണ്, അല്ലെങ്കിൽ വൈ ആക്സിസ് ഏതാണ്? സർഫസ് കോഎഫിഷ്യന്റ് ഫോർ ടെൻഷൻ ആൻഡ് ബെൻഡിങ്. നമ്മുടെ ഇവിടുത്തെ ലോഡിങ് അറിയാം, എന്ത് ടൈപ്പ് ലോഡിംഗ് ആ? ടെൻസൈൽ ലോഡിംഗ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. ഇവിടുത്തെ ഒരു ടെൻസൈൽ ലോഡിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഈ കർവിന്റെ വൈ ലെഫ്റ്റ് സൈഡിലുള്ള വൈ ആക്സിസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എക്സ് ആക്സിസിൽ തന്നിരിക്കുന്ന എന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് വാല്യൂ. നമ്മുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്ന 700 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് നോക്കാം. അപ്പൊ 600 ഗ്രാഫ് ഫിഗറിലുണ്ട്, 800 ഫിഗറിലുണ്ട്. അപ്പൊ 700 നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈന് എവിടെ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്? നമ്മൾ ഇതൊരു പോളിഷ്ഡ് കണ്ടീഷൻ എടുക്കാം. അപ്പൊ ഏറ്റവും ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹൈലി പോളിഷ്ഡ് ഷാഫ്റ്റ് ആണ്. ഹൈലി പോളിഷ്ഡ് ഷാഫ്റ്റ് നമുക്ക് മെഷീൻ എന്താണ് സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസിനൊന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഗ്രൗണ്ട് ഷാഫ്റ്റ് ഉപയോഗിക്കാം. ഏതാ? ബി ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ബി ഉപയോഗിക്കാം, ബി ഉപയോഗിക്കാം, സി ഉപയോഗിക്കാം. ഓക്കെ, ബി സി. പിന്നീട് വരുന്നത് ഷാർപ്പ് സർക്കുലാർ ഗ്രൂവ് വരുന്ന ഷാഫ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഡി ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്താണ്, ഇതൊരു എന്താണ് ഫില്ലറ്റ് വരുന്ന ഒരു ഷാഫ്റ്റ് ആണ് അല്ലെ, ഫില്ലറ്റ് റേഡിയസ് ഉള്ള ഒരു ഷാഫ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം കർവ് ഡി എടുക്കാം. കർവ് ഡിയിൽ എക്സ് ആക്സിസിൽ നിന്ന് 700 മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർവ് ഡിയിൽ ആ പോയിന്റ് ടച്ച് ചെയ്യുന്ന 0.7 അല്ലെ 0.73 ടച്ച് ചെയ്യുന്നത്. അപ്പൊ കർവ് ഡി എടുത്താൽ മതി. നിങ്ങൾ കർവ് ഡി എടുക്കുക, അതിലെ കർവ് ഡി എടുക്കുക. എക്സ് ആക്സിസിൽ 700, ഇനി വൈ കോർഡിനേറ്റ് എന്ത് വരും നോക്കുക കർവ് ഡിയിൽ. അത് ഏകദേശം ഒരു 0.73 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫില്ലറ്റ് വരുന്ന ഒരു ഷാഫ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് നോർമൽ ഷാഫ്റ്റ് അല്ല, ഫില്ലറ്റ് വരുന്ന ഷാഫ്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ വിത്ത് ഷാർപ്പ് സർക്കുലാർ ഗ്രൂവിന്റെ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം, പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നേരം അവിടെ എടുത്തിരിക്കുന്ന C = 1 ആണ്. ഓക്കെ, അത് നമ്മുടെ ക്വസ്റ്റ്യനിലെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തിന്റെ വാല്യൂ തന്നിട്ടില്ലാത്തത് കൊണ്ട് 1 എടുത്തു. എന്നാൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് തന്നിട്ടുള്ളത് കൊണ്ട് എന്തായാലും നമ്മൾ ഈ ഫിഗറിൽ നിന്ന് മാത്രമേ ആ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാവൂ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, വി ഹാവ് സെലക്ടഡ് കർവ് ഡി. കർവ് ഡി ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കർവ് ഡിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടേഴ്സ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫില്ലറ്റ് റേഡിയസ് ആണ് വരുന്നത്. ഓക്കെ, ഇതൊരു ഷാർപ്പ് സർക്കുലർ ഗ്രൂവിനുള്ളതാണ്, പക്ഷെ നമ്മൾ ഇവിടെ ഫില്ലറ്റിനും ഇതേ സെയിം കർവ് തന്നെയാണ് എടുക്കുന്നത്. സോ 0.73. അപ്പൊ ആദ്യത്തെ 3 വാല്യൂസ് നമുക്ക് കിട്ടി, ABC വാല്യൂസ് നമുക്ക് കിട്ടി. സിഗ്മ YP നമുക്കറിയാം, N അറിയാം. ഇനി സിഗ്മ എൻഡുറൻസും സിഗ്മ മീനും സിഗ്മ ഓൾട്ടർനേറ്റീവും KTF അതായത് ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറുമാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. മീൻ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടെൻസൈൽ പ്രീലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കമ്പോണന്റിൽ ഒരു മീൻ സ്ട്രെസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ അറിയാത്തത് കൊണ്ടും നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതിനെ അൺനോൺ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കേണ്ടത് കൊണ്ടും ഏരിയ നമ്മൾ πd²/4 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ 36.3 എന്ന് പറയുന്നത് അപ്ലൈഡ് പ്രീ ടെൻഷൻ ലോഡ് ആണ് അല്ലെ. പ്രീലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് സൈക്ലിക് ലോഡിങ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ
ഇതിലൊരു ടെൻസൈൽ ലോഡ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ വാല്യൂ ആണ് പ്രീ ലോഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പ്രീ ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 46.2 × 10⁻³ എന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് സ്ട്രെസ് ആണ്. ഇനി നമുക്ക് ഡൈനാമിക് സ്ട്രെസ്സിനെ അക്കൗണ്ട് ചെയ്യാം. ഡൈനാമിക് സ്ട്രെസ്സിനെ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ മെയിൻ സ്ട്രെസ്സും എടുക്കണം, അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സും എടുക്കണം. ഓക്കെ, അപ്പൊ മെയിൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മീൻ ഡിവൈഡഡ് ബൈ 2. പക്ഷെ നമുക്ക് ഇവിടെ സ്ട്രെസ് വെച്ച് ഡീൽ ചെയ്യാനൊക്കത്തില്ല. നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ മീൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എടുക്കുന്നു. മീൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. മീൻ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫ് മാക്സ് പ്ലസ് എഫ് മീൻ ഡിവൈഡഡ് ബൈ 2 ആണ് മെയിൻ ഫോഴ്സ്. ഓക്കെ, അതിന് ആൾട്ടർനേറ്റിംഗ് ഫോഴ്സ് എങ്ങനെ എടുക്കാം? എഫ് മാക്സ് മൈനസ് എഫ് മീൻ ഡിവൈഡഡ് ബൈ 2 ആണ് ആൾട്ടർനേറ്റിംഗ് ഫോഴ്സ്. ഓക്കെ, സോ എഫ് മാക്സ് പ്ലസ് എഫ് മീനും എടുക്കാം. അത് ഫസ്റ്റ് കേസ് ഏതാ? മീൻ സ്ട്രെസ്സിന്. ഓക്കെ, എഫ് മാക്സ് മൈനസ് എഫ് മീൻ വരുന്നത് ഓൾട്ടർനേറ്റിംഗ് ഫോഴ്സിന്. ഓക്കെ, ഇനി അതിനെ സ്ട്രെസ് ആക്കണമെങ്കിൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയെന്ന് നമുക്കറിയാം. ഓക്കെ, സ്ട്രെസ് ആക്കണമെങ്കിൽ നമുക്കതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം, സെയിം പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ സിഗ്മ മീൻ സ്ട്രെസ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് മാക്സ് പ്ലസ് എഫ് മീൻ ഡിവൈഡ് ബൈ 2a. ഏരിയക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? π/4d² ഇട്ട് കൊടുക്കുന്നു. എഫ് മാക്സ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 72.6 × 10⁻³ എഫ് മീൻ വാല്യൂ 0 ആണ്. അതായത് അതൊരു എന്താണ്? ടൈപ്പ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ആണ്. ഓക്കെ, സോ അതിന് ഫൈനലി നമുക്ക് സിഗ്മ മീൻ വാല്യൂ എത്ര കിട്ടുന്നു? 46.22. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്റ്റാറ്റിക് ലോഡും വരുന്നുണ്ട്, ഒരു മീൻ സ്ട്രെസ്സും വരുന്നുണ്ട്. അപ്പൊ സ്റ്റാറ്റിക് ലോഡിങ് നിങ്ങൾ ആ കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. സി, ഇങ്ങനെയാണ് ആ കർവ് വരുന്നത്. ഏതൊക്കെ? ഇവിടെ സിഗ്മ മീനും വരുന്നുണ്ട്, അല്ല ഈ ഗ്രാഫ് വരുന്നത്. ഇവിടെ സിഗ്മ ഓൾട്ടർനേറ്റിംഗ് വരുന്നുണ്ട്. നമ്മുടെ സോഡർബർഗ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് സിഗ്മ YP ആണെന്ന് അറിയാം. ഇനി സ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് എന്തില്ല? സിഗ്മ ആൾട്ടർനേറ്റിംഗ് 0 ആയിരിക്കും. അപ്പൊ സിഗ്മ ആൾട്ടർനേറ്റിംഗ് 0 ആണെന്ന് പറഞ്ഞാൽ അത് ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ് ആണ്. ഓക്കെ, സോ ടോട്ടൽ മീൻ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെസ് ആയിട്ട് കിട്ടുന്ന 46.2നെയും അതുപോലെ തന്നെ ഡൈനാമിക് സ്ട്രെസ് ആയിട്ട് കിട്ടുന്ന 46.2നെയും കൂടി നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ഈ ടേമിനെയും ഇവിടെ കിട്ടുന്ന മീൻ സ്ട്രെസ്സിനെയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ടോട്ടൽ മീൻ സ്ട്രെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് സ്ട്രെസ് വരുന്നുണ്ട്. സ്റ്റാറ്റിക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന മീൻ സ്ട്രെസ്സും അതുപോലെ തന്നെ ഡൈനാമിക് ലോഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന മീൻ സ്ട്രെസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ മീൻ സ്ട്രെസ് എടുക്കണം. കാരണം എന്താ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് അറിയാവുന്ന കേസാണ്. നമുക്ക് സിഗ്മ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ മീൻ ആണ്. സിഗ്മ മീനിൽ നമ്മൾ സിഗ്മ മീൻ അല്ലെങ്കിൽ ഇവിടെ എന്ത് ഓർ ഇറ്റ് ഓൾസോ റെപ്രസെന്റ് സിഗ്മ സ്റ്റാറ്റിക് ഓൾസോ. ഓക്കെ, സോ അതെന്തുകൊണ്ട് വന്നെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. എന്തുകൊണ്ടാണ് സിഗ്മ മീന് അല്ലെ സിഗ്മ സ്റ്റാറ്റിക് എക്സ് ആക്സിസ് ആവുന്നതെന്ന്. ഓക്കെ, സ്റ്റാറ്റിക് ലോഡിങ്ങിന്റെ കേസിൽ സിഗ്മ A 0 ആണ്. അതുകൊണ്ട് സിഗ്മ A 0 ആവുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എല്ലാ സ്റ്റാറ്റിക് ലോഡിങ്ങിനെയും നമുക്ക് ഒരു ഡൈനാമിക് സോഡർബർഗിന്റെ ഡൈനാമിക് കർവിൽ നമുക്ക് കാണിക്കാൻ പറ്റും, അല്ലെ സോഡർബർഗ് ഗ്രാഫിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അത് എല്ലാ സ്റ്റാറ്റിക് ലോഡിനെയും എക്സ് ആക്സിസിലൂടെ കാണിച്ചാലും മതി. ഓക്കെ, ഓക്കെ, സോ ടോട്ടൽ മീൻ സ്ട്രെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സിമിലർലി വേരിയബിൾ സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വേരിയബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മീൻ ബൈ 2. സോ ഓർ എഫ് ആൾട്ടർനേറ്റിംഗ്. നമുക്ക് സ്ട്രെസ് അറിയാത്തതുകൊണ്ട് എഫ് ഓൾട്ടർനേറ്റിംഗ് ഡിവൈഡഡ് ബൈ 2 ആയിട്ട് ഡിവൈഡ് ബൈ ഏരിയ ആയിട്ട് എടുക്കുന്നു. സിഗ്മ എഫ് ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എഫ് മാക്സ് മൈനസ് എഫ് മീൻ ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കാം. അതാണ് എഫ് ഓൾട്ടർനേറ്റിംഗ്. എഫ് ഓൾട്ടർനേറ്റിംഗ് അതിനെ ഏരിയ കൊണ്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഏരിയ നമുക്ക് π/4d² ആയിട്ട് എടുക്കാം. പിന്നെ തന്നിരിക്കുന്ന എഫ് മാക്സ് എഫ് മിൻ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മൈനസ് ആണ് കേട്ടോ, ഇത് മൈനസ് ആണ്. എഫ് മാക്സ് മൈനസ് എഫ് മിൻ ആണ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ഓക്കെ, അവിടെ എവിടെ കാര്യമായിട്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാ വാല്യൂസും 46.2 × 10⁻³ തന്നെയാണ്. ഓക്കെ, ഇനി മറ്റൊരു കേസ് ഉണ്ട്. ഏതാണ്? നമ്മളിതൊരു ഫറ്റീഗ് ലോഡിംഗ് കൂടെ വരുന്ന കേസാണ്. അതുകൊണ്ട് നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന് ഐഡന്റിക്കൽ ആയിട്ടൊരു ഫിഗർ നമ്മളുടെ ഡാറ്റാ ബുക്കിൽ ഉണ്ടോ എന്ന് നോക്കുക.
ഫിഗർ നമ്മുടെ ഡാറ്റാ ബുക്കിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഡാറ്റാ ബുക്കിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഷാഫ്റ്റിൽ ഒരു ഫില്ലറ്റ് വരുന്നത് നമ്മൾ ആ വരച്ച ഫിഗറിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പൊ അതിവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഷാഫ്റ്റിൽ ഒരു ഫില്ലറ്റ് വരുന്ന കേസാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഫില്ലറ്റ് വരുന്ന കേസായിട്ട് ഈ ഷാഫ്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഫില്ലറ്റ് വരുന്ന ഒരു കേസായിട്ട് ഈ ഷാഫ്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു എഫ് ആക്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തൊരു ഡൈനാമിക് ലോഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡൈനാമിക് ലോഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ആക്സിലായിട്ട് എഫ് ആക്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടാണ് ഈ ഫില്ലറ്റ് വരുന്നത്, ഫില്ലറ്റ് റേഡിയസ്. അപ്പൊ ഇതിന് ഇക്വാലന്റ് ആയിട്ട് ഒരു ഫിഗർ ഓക്കെ നമ്മുടെ ഡാറ്റാ ബുക്കില് അതാണ് 2.31 തന്നിട്ടുണ്ട്. പേജ് 46. ഓക്കെ, അവിടെ നമ്മൾ നോർമലൈസ്ഡ് ആൻഡ് അനീൽഡ് കണ്ടീഷൻ എടുക്കുക. നോർമലൈസ്ഡ് ആൻഡ് അനീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഷാഫ്റ്റ് ലോഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഷാഫ്റ്റിനെ ഹീറ്റ് ട്രീറ്റ്മെന്റിന് വിധേയമാക്കാറുണ്ട്. ഓക്കെ, അത് എന്ത് ടൈപ്പ് ഷാഫ്റ്റ് ആയിരിക്കും? അല്പം ഡക്റ്റിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത ഷാഫ്റ്റുകളെയാണ് ഉപയോഗിക്കുന്നത്. ഡക്റ്റിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അനീലിംഗ് ആണ് ഏറ്റവും നല്ല പ്രോസസ്സ്. അതുകൊണ്ട് നോർമലൈസ്ഡ് ആൻഡ് അനീൽഡിന്റെ കർവാണ് നിങ്ങൾ ഡാറ്റാ ബുക്കിൽ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടുത്തെ ഫില്ലറ്റ് റേഡിയസ് എത്ര തന്നിരിക്കുന്നത്? ഫില്ലറ്റ് റേഡിയസ് 4.75 mm ആണ്. അതുപോലെ തന്നെ ഫില്ലറ്റ് റേഡിയസ് 4.75 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യൂ വാല്യൂ എന്ത് വരും ഒന്ന് നോക്കേ. 4.5 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. 4.5 എളുപ്പമാണ്. അപ്പൊ 4.75 അതിന് മിഡിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് മുകളിൽ പോയി ടച്ച് ചെയ്യണം. മുകളിൽ പോയി ടച്ച് ചെയ്യുമ്പോൾ 0.8-നും 1-നും ഇടയിലുള്ള വാല്യൂ അതെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 0.96 എന്ന് കിട്ടും. 0.96 അതെങ്ങനെയാണ് ഈ 0.96 കിട്ടിയത്? 0.8-ന്റെ വാല്യൂ എടുക്കുക, 1-ന്റെ വാല്യൂ എടുക്കുക. ഓക്കെ, അത് ഞാൻ നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിക്കാം. ഈ ഗ്രാഫിൽ നിന്ന് നമുക്കൊരു അൺനോൺ വാല്യൂ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ 0.8-നുള്ള വാല്യൂ 0.8 അല്ല 4.5-നും 5-നും ഇടയ്ക്കുള്ള 0.8 നമുക്ക് കിട്ടും, അതുപോലെ 1-ഉം കിട്ടും. ഓക്കെ, എന്നാൽ അതിനിടയിലാണ് ഈ കർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 0.9-ന് മുകളിൽ അതിന്റെ ഹാഫിന് മുകളിലുമാണ്. അതുകൊണ്ട് ഒരു 0.95 കൂട്ടാം. പിന്നെ ഒരു ഇത്തിരിയും കൂടെ മുകളിലായിട്ട് 0.96 നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ Q = 0.96 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ 0.96 നമ്മുടെ കയ്യിലുണ്ട്. KT വാല്യൂ ഉണ്ട്, Q വാല്യൂ ആയി. അങ്ങനെയാണെങ്കിൽ ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KTF നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിൽ എൻഡുറൻസ് സ്ട്രെങ്ത് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം. എൻഡുറൻസ് വാല്യൂ യൂഷ്വലി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ പ്രോബ്ലത്തിൽ ഈ എൻഡുറൻസ് വാല്യൂ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ ഏതെല്ലാം ക്വാണ്ടിറ്റീസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടേ? അപ്പൊ ഇതിൽ ഏതെല്ലാം ക്വാണ്ടിറ്റീസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. KTF കിട്ടി, സിഗ്മ ഓൾട്ടർനേറ്റിംഗ് കിട്ടി, സിഗ്മ മീൻ കിട്ടി, സിഗ്മ YP കിട്ടി, A കിട്ടി, B കിട്ടി, C കിട്ടി, N വാല്യൂ അറിയാം. ഇനി സിഗ്മ എൻഡുറൻസ് മാത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് കിടക്കാം. സിഗ്മ എൻഡുറൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? സിഗ്മ എൻഡുറൻസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തിന്റെ ഹാഫ് ടൈംസ് അങ്ങ് എടുത്താൽ മതി. ഞാൻ സ്ലൈഡുകൾ മെൻഷൻ ചെയ്ത സമയത്ത് എവിടോ അത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഡുറൻസ് സ്ട്രെങ്ത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ അൾട്ടിമേറ്റിന്റെ 50% എടുത്താൽ മതി. സിഗ്മ അൾട്ടിമേറ്റ് 50% എടുത്താൽ മതി. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1-ലെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും നടത്തുക. ഇപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ആൾട്ടർനേറ്റിങ്ങിന് D² ആൻസർ കിട്ടും. അതുപോലെ മീനിനും D² ആൻസർ കിട്ടുന്നു. അതിൽ നിന്ന് ഫൈനലി നമ്മൾ D കാൽക്കുലേറ്റ് ചെയ്യുന്നു. D അല്ലെങ്കിൽ ഡയമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റ് ആണ് അല്ലേ? ഇവിടെ ഒരു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആയതുകൊണ്ട് അതിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ഒക്കും. സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ടുള്ള ടേബിൾസ് അവൈലബിൾ ആണ്. ആ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്ററിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഡാറ്റാ ബുക്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ടേബിൾ. ആ ടേബിൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തിട്ട് 34 അല്ലെങ്കിൽ 35 എടുത്താലും തെറ്റില്ല. നെക്സ്റ്റ് ഹൈസ്റ്റ് വാല്യൂ എടുത്താലും തെറ്റില്ല. ഇവിടെ 0.01 mm ആണ്. അതുകൊണ്ട് നമുക്ക് 34 വേണമെങ്കിൽ ടേബിൾ അവൈലബിൾ ആണെങ്കിൽ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 34 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അശ്വിൻ മനസ്സിലാവുന്നുണ്ട്? നോയൽ എൽദോ പോൾ
മനസ്സിലായി. ശരൺ വിനായകൻ ക്ലാസ്സിലില്ല. ശരൺ ക്ലാസ്സിലില്ല. പറഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ട്. സ്പൈഡർമാൻ, സോറി, ആൽബിൻ ജോൺ പറയൂ. എന്തുകൊണ്ട്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ആർ സൂര്യ. അനന്യ വിനു ക്ലാസ്സിലുണ്ടോ? ഓക്കെ. നമുക്ക് ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമല്ലോ, ഇല്ലേ? അനന്യ സബ്മിറ്റ് ചെയ്യത്തില്ലേ? ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ, ഞാൻ ആ സ്ലൈഡ് കാണിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഈ 2 പ്രോബ്ലവും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ET ലാബിൽ ഞാൻ അതിനുള്ള ഒരു ക്ലാസ് അസൈൻമെന്റ് ആയിട്ട് ഇട്ടിരിക്കാം. നിങ്ങൾ അത് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ. ഇന്നത്തെ ദിവസം മൊത്തം സമയമുണ്ട്. നാളത്തെ ദിവസം, നാളത്തെ 11 മണിക്ക്, ഓക്കെ, മോർണിംഗ് 11 o'clock മുമ്പായിട്ട് നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. സോ ഞാനത് ബാക്കി മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഇവിടം വരെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, 34 mm. ഓക്കെ, 34 mm കിട്ടി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രോബ്ലം. സ്ക്രീൻഷോട്ട് എടുത്തോ? ഹലോ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, വിസിബിൾ അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി എടുത്തോളൂ, അല്ലെ അത് സ്ക്രീൻഷോട്ട് ചെയ്തോ. നമ്മളത് സോൾവ് ചെയ്യേണ്ടതാ. ഓക്കെ. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പോണന്റ് മിഷൻഡ് ഫ്രം എ പ്ലേറ്റ്. ഓക്കെ. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്ലാബ് കൂടിയ തിക്നെസ് കൂടിയ ഒരു സ്ലാബാണ് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒരു പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. അത് സ്റ്റീൽ പ്ലേറ്റ് ആണ്. 45C8 എന്ന് പറയുന്ന കാർബൺ കണ്ടന്റ് ഉള്ള സ്റ്റീൽ പ്ലേറ്റ് ആണ്. അതിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 630 MPa ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ 45C8 മെറ്റീരിയല് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 630 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിൽ 45C8 എന്ന് മാത്രമേ തരുത്തുള്ളൂ. ഓക്കെ. ഈ 630 MPa എന്നുള്ള ഡേറ്റ കാണത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡേറ്റ ബുക്കിന്റെ ബാക്ക് സൈഡില് ടേബിൾസ് ഉണ്ട്. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ സ്റ്റീലിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി. നിങ്ങൾ പേജ് നമ്പർ 463 ഒന്ന് എടുത്തേ. ഞാൻ ടേബിൾ ഒന്ന് പരിചയപ്പെടുത്താം. ടേബിൾ നമ്പർ 463. ഓക്കെ, എടുത്തോ? ഡേറ്റാ ബുക്കിൽ 463 എടുത്തോ? പേജ് നമ്പർ 463, ടേബിൾ I8. ഓക്കെ, ടേബിൾ I8. എന്തേ എവിടെ പോയി?
ഓക്കെ, ടേബിൾ I8 പേജ് 463. ഓക്കെ, 463 ടേബിൾ I8 എന്ന് നോക്കേ. അതില് ഇപ്പൊ C07 എന്ന് വെച്ചാൽ എന്താണ്, പല ഗ്രേഡിലുള്ള കാർബൺ സ്റ്റീൽസ് തന്നിട്ടുണ്ട്. C07, C10. ഓക്കെ, ഇപ്പൊ നമ്മൾ പേജ് 464 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കാണാം? പേജ് 464 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ C45 നമുക്ക് അവിടെ കാണാം. C45 നമുക്ക് കാണാം. ഈ ടേബിളില് എന്താണ്, കാർബൺ സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ യൂസസും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ C45 സ്റ്റീൽ എന്നേ തന്നിട്ടുള്ളൂ, അതിന്റെ ഈൽഡ് പോയിന്റും അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തും ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇതിൽ നോക്ക് 463 കോളം നമ്പർ 4 and 5. കോളം നമ്പർ 4 എന്താണ്? ടെൻസൈൽ സ്ട്രെങ്ത്, അതായത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. കോളം നമ്പർ 5 ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ 4ഉം 5ഉം നോക്കുക. അപ്പോഴ് C45, അതായത് 464 പേജില് കോളം നമ്പർ 4 and 5 നോക്കുക. 4 എന്ന് പറയുന്നത് 618 മുതൽ 696 വരെ വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ അതിന്റെ ഒരു റേഞ്ച് ഒരു 630 അല്ലെങ്കിൽ ഒരു 640 അല്ലെ 640 അല്ലെ 650, ഒരു 40യും കൂടെ കൂട്ടണം അല്ലെ, 660 അല്ലെ 650 വല്ലതും എടുത്താൽ മതി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ സിഗ്മ അൾട്ടിമേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ അവിടെ അടുത്ത കോളത്തിൽ 353 തന്നിട്ടുണ്ട്, അതാണ് ഈൽഡ് സ്ട്രെങ്ത്. സിഗ്മ ഈൽഡ് എന്ന് പറയുന്നത്, ഈൽഡ് പോയിന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 353 മെഗാപാസ്കൽ ആണ്. ഓക്കെ, 353 മെഗാപാസ്കൽ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സബ്ജക്ട് ടു കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആക്സിൽ ഫോഴ്സ്. കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആക്സിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ്, അത് ആക്സിൽ ഫോഴ്സ് നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അറിയാം. ഇത് ടൈം ആക്സിസ് ആണ്. സോ ഈ ലോഡിങ് ഇങ്ങനെ വരുന്നത് 50യിൽ മുകളിൽ പോകും, ടെൻസൈൽ സൈഡിൽ പോയിട്ട് 50 കംപ്രഷൻ സൈഡിൽ വരും, വീണ്ടും 50 ടെൻസൈലിൽ പോയി 50 കംപ്രഷൻ. ഇതിനെയല്ലേ നമ്മൾ എന്താ പറയുന്നത്, കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് അല്ലെങ്കിൽ സൈക്ലിക് ലോഡിംഗ്. കംപ്ലീറ്റ്ലി റിവേഴ്സ് ലോഡിംഗ് എന്ന് പറയുന്നത് +50 ആയിരിക്കും, ഇതെന്തായിരിക്കും -50 ആയിരിക്കും. ഓക്കെ, ഈ കേസ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആക്സിൽ ലോഡ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പെക്ടഡ് റിലയബിലിറ്റി തന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് റിലയബിലിറ്റി എന്താണ്? എക്സ്പെക്ടഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത് 90% ഉള്ളൂ. ടോട്ടൽ ലൈഫ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു 90% വരെ ഒരു ലൈഫ് ഇതിന് കിട്ടാൻ സാധ്യതയുള്ളൂ. എക്സ്പെക്ടഡ് റിലയബിലിറ്റി ഈസ് 90% എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 ആണെന്ന് പറയുന്നുണ്ട്. ഡിറ്റർമിൻ പ്ലേറ്റ് തിക്നെസ്. തന്നിരിക്കുന്ന പ്ലേറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ പ്ലേറ്റിൽ ഒരു ഫില്ലറ്റ് വരുന്നുണ്ട്, ഫില്ലറ്റിന് ഒരു റേഡിയസ് ഉണ്ട്, കണ്ടോ, ഫില്ലറ്റിന് ഒരു റേഡിയസ് ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഫില്ലറ്റ് റേഡിയസ് 5 ആണ് തന്നിരിക്കുന്നത്. ഈ പ്ലേറ്റിന്റെ തിക്നെസ് ആയ T വാല്യൂ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോ ഒരു ഗ്രൂവ് കാണിച്ചിട്ടുണ്ട്. ഗ്രൂവ് ആണോടെ? അല്ല, ഗ്രാഫിക്സിലെ കൺവെൻഷനാ. എന്താ ഗ്രാഫിക്സിലെ കൺവെൻഷൻ? ഒരു പ്ലേറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ തിക്നെസ് കാണിക്കണമെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ എവിടെങ്കിലും വരച്ചിട്ട് അതിൽ T എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേറ്റിന്റെ തിക്നെസ് ആയിരിക്കും ആ കാണിക്കുന്നത്. അല്ലാതെ ഇവിടെ ഗ്രൂവ് ഉണ്ടോന്നല്ല കേട്ടോ. അപ്പൊ അത് കൺഫ്യൂഷൻ വരരുത്. ഗ്രൂവ് ആയിട്ട് മാർക്ക് ചെയ്യരുത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്ത്, ഈ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി Q വാല്യൂ, ഹൗ ടു ഡിറ്റർമിൻ ദ തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ ഈൽഡ് സ്ട്രെസ് തന്നിട്ടില്ല, ഈൽഡ് സ്ട്രെസ് തന്നിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് അൾട്ടിമേറ്റ് സിഗ്മ YP അല്ലെ സിഗ്മ UT തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് വ്യക്തമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഗുഡ്മാൻ ക്രൈറ്റീരിയ എടുത്താണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സിഗ്മ UT ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ സിഗ്മ U വരുന്ന ലൈൻ, ഓക്കെ,
സിഗ്മ യു വരുന്ന ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സിഗ്മ നമുക്കറിയാം ആ ഗ്രാഫിൽ ഗുഡ്മാൻ ലൈൻ ഉണ്ട്, സോഡർബർഗ് ലൈൻ ഉണ്ട്. അപ്പൊ ഇത് സിഗ്മ മീൻ ആണ്, ഇത് സിഗ്മ ഓൾട്ടർനേറ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നു. ഈ ലൈന് ഇവിടെ ടച്ച് ചെയ്യുന്നത് സിഗ്മ എൻഡുറൻസിലും ഇവിടെ ടച്ച് ചെയ്യുന്ന എന്തിലായിരിക്കും? സിഗ്മ അൾട്ടിമേറ്റിലും ആയിരിക്കും, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തിലും ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. ഇതെന്താണ്? ഇതിനെയാണ് ഗുഡ്മാൻ ലൈൻ എന്ന് പറയുന്നത് അല്ലെ? ഗുഡ്മാൻ ലൈൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ്മാൻ ലൈനിന്റെ ഇക്വേഷൻ എടുക്കുക. ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ. പക്ഷെ ഇവിടെ നമ്മൾ ഏരിയ എടുക്കുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഏരിയ എടുക്കുമ്പോൾ π/4d² എന്നാണോ എടുക്കേണ്ടത്? അല്ല, ഇതൊരു പ്ലേറ്റ് ആണ്. പ്ലേറ്റിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാംഗിൾ ആയതുകൊണ്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? B/T, അതായത് തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു വിഡ്ത്തും ഉണ്ട്, B/T എന്നുള്ള ഫോർമുലയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഈ പ്രോബ്ലത്തിൽ റിലയബിലിറ്റി തന്നിട്ടുള്ളത് കൊണ്ട് ആ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് റിലയബിലിറ്റി ഫാക്ടർ കൂടി ഇക്വേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ABC കൂടാതെ RF എന്ന് പറയുന്ന ഒരു ടേം കൂടെ വരും. ABC കൂടാതെ RF എന്ന് പറയുന്ന ടേം കൂടെ വരും. അതാണ് റിലയബിലിറ്റി ഫാക്ടർ. സോ യു ഹാവ് സിഗ്മ മീൻ, സിഗ്മ ഓൾട്ടർനേറ്റിംഗ്, സിഗ്മ അൾട്ടിമേറ്റ്, സിഗ്മ എൻഡുറൻസ്, ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, ABC ആർ സർട്ടൈൻ കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് സിമിലർ ആയിട്ടൊരു ഫിഗർ ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ആ ഫിഗർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ KTF വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, KTF വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ KTF വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിഗർ ഡേറ്റാ ബുക്കിലുണ്ട്. അപ്പൊ അത് എവിടാണെന്ന് ഡേറ്റാ ബുക്ക് നോക്കി നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പേജ് 38 ഒന്ന് എടുക്കാവോ? പേജ് 38 ഉണ്ട്. പേജ് 38ന് മുമ്പ് തന്നെ 36 മുതലേ ഇങ്ങനെയുള്ള പല ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 36 മുതലേ നമുക്ക് ഫിഗേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഫിഗർ നമ്പർ 2.16 ഒന്ന് നോക്ക്, പേജ് 38. അവിടെ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT വാല്യൂ, അതായത് ജോമെട്രിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ഗ്രാഫുകൾ അവൈലബിൾ ആണ്. KT സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? ഇവിടെ ജോമെട്രിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഓക്കെ, ഇനി ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഇവിടെ വരുന്ന എന്ത് ടൈപ്പ് ലോഡിംഗ് ആണ്? ഫറ്റീഗ് ലോഡിംഗ് അല്ലെ? സൈക്ലിക് ലോഡിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന പ്ലേറ്റില് ഒരു ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഉണ്ട്. ഇതിന്റെ ഏരിയ എന്ത് എടുക്കണമെന്നും ഈ ഫിഗറിൽ പറയുന്നുണ്ട്. ഏരിയ എത്രയാണ്? T/B ആണ് എടുക്കേണ്ടത്. ഓക്കെ, തിക്നെസ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്. ഓക്കെ, T/B ആണ് എടുക്കേണ്ടത്. അപ്പൊ സ്മോൾ ബി ആണ് നമ്മൾ ക്രോസ് സെക്ഷനിൽ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഏരിയ എപ്പോഴും എന്താ എടുക്കാൻ പറയുന്നത്? T/B. ഏരിയ T/B ആണ് എടുക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ സ്ലൈഡ് വിസിബിൾ അല്ലേ? ഞാൻ ക്ലാസ് എടുത്തിട്ട് പിന്നെ സ്ലൈഡ് വിസിബിൾ അല്ലാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് RF കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അത് ഓൾറെഡി ഉണ്ട്. പക്ഷെ നമുക്ക് ഏരിയ BT ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ പ്ലേറ്റിന്റെ വിഡ്ത്ത് 50 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളുടെ ക്വസ്റ്റ്യനിൽ പ്ലേറ്റിന്റെ വിഡ്ത്ത് എത്ര തന്നിട്ടുണ്ട്? വെയിറ്റ് എ മിനിറ്റ്. പ്ലേറ്റിന് ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഉണ്ട്. ക്യാപിറ്റൽ ബി എത്ര തന്നിട്ടുണ്ട്? 100 തന്നിട്ടുണ്ട്. സ്മോൾ ബി 50 തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഫിഗർ നോക്കിയാൽ അറിയാം. ക്യാപിറ്റൽ ബി 100, സ്മോൾ ബി 50 തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഫില്ലറ്റ് റേഡിയസ് R വാല്യൂ എത്ര വന്നിട്ടുണ്ട്? 5 വന്നിട്ടുണ്ട് അല്ലേ? വാല്യൂ 5 വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? പ്ലേറ്റിന്റെ തിക്നെസ് ഡിറ്റർമിൻ ചെയ്യണം. ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് സ്മോൾ r/b എടുക്കാം, ക്യാപിറ്റൽ B/സ്മോൾ ബി എടുക്കാം. ഓക്കെ, എന്നിട്ട് സ്മോൾ r/b എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0.1ഉം ക്യാപിറ്റൽ B/സ്മോൾ ബി 2ഉം കിട്ടും. ഇത് രണ്ടും നമ്മൾ X കോർഡിനേറ്റും Y കോർഡിനേറ്റും ആയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്മോൾ r/b എക്സിലും അതുപോലെ തന്നെ കർവിൽ തന്നിട്ടിരിക്കുന്ന ക്യാപിറ്റൽ B/സ്മോൾ ബി എടുക്കുക. ഇപ്പോഴും നമുക്ക് 2 ആണ് ക്യാപിറ്റൽ B/സ്മോൾ ബി. അപ്പൊ ഏറ്റവും ടോപ്പ് സെക്കൻഡ് ലാസ്റ്റ് കർവ്, ടോപ്പിൽ നിന്ന് സെക്കൻഡ് കർവ്. ഓക്കെ, ടോപ്പിൽ നിന്ന് സെക്കൻഡ് കർവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ B/സ്മോൾ ബി ഓരോ കർവിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മോൾ r/b
അടുത്ത് 0.1. അപ്പൊ 0.1 നിന്ന് നേരെ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അത് 2-ൽ ടച്ച് ചെയ്യണം, കർവ് 2-ൽ ടച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന KT വാല്യൂ എത്രയാണ്? 2.27 അല്ലെങ്കിൽ 2.3. ഓക്കെ, 2.27 അല്ലെങ്കിൽ 2.3. ഓക്കെ, അപ്പൊ അത് എക്സാക്ട്ലി ആ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. അപ്പൊ KT വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. KT വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KFT നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. KFT ഈക്വൽ ടു 1 പ്ലസ് Q ഇൻറ്റു KT മൈനസ് 1. ഓക്കെ, 1 പ്ലസ് Q ഇൻറ്റു KT മൈനസ് 1. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 1 പ്ലസ് Q ഇൻറ്റു KT മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ KTF വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. KTF വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റിലയബിലിറ്റി ഫാക്ടർ RFന്റെ വാല്യൂ 0.87 എന്ന് 897 എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടും? അങ്ങോട്ട് വരാം. അത് വരുന്നതിന് മുമ്പ് ഒന്നൊരു കാര്യങ്ങൾ ABC ആദ്യം ഡിറ്റർമിൻ ചെയ്തിട്ട് പോകാം. ഇവിടെ റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിംഗ് ആണോ? പേജ് നമ്പർ 25 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് പോവാം. റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിംഗ് ആണോ ഈ പ്രോബ്ലത്തിൽ? അല്ല, സൈക്ലിക് ലോഡിംഗ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ആക്സിയൽ ലോഡിങ്ങിനുള്ളത്. റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിംഗ്, റിവേഴ്സ്ഡ് ബെൻഡിങ്, റിവേഴ്സ് ടോർഷണൽ ലോഡിംഗ്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ഇവിടെ റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിങ്ങിന്റെ കറസ്പോണ്ടിങ് വാല്യൂ അങ്ങ് എടുത്തിരിക്കുക കേട്ടോ. റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡിങ്ങിന്റെ വാല്യൂ അങ്ങ് എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ 0.7-നും 1-നും ഇടയിലുള്ള 0.7-നും 1-നും 1.0-ക്കും ഇടയ്ക്കുള്ള ആവറേജ് വാല്യൂ നിങ്ങൾ എടുത്തു കഴിയുക. അതാണ് 0.85. ഓക്കെ, അത് റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡ് ആണെങ്കിലും റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡ് ആണോ? അതെ, ഇത് റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡ് ആണ് അല്ലേ? റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സൈക്ലിക് ലോഡ് റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡ് ആണ്. ഓക്കെ, P അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്സിസിലൂടെ ടെൻഷനിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അത് കംപ്രഷനിലേക്കും പോകുന്നുണ്ട്. ഓക്കെ, സോ 0.85 A വാല്യൂ എടുക്കാം. B വാല്യൂ സൈസ് അറിയാത്തതുകൊണ്ട് 0.85 എന്ന് എടുത്താൽ മതി. C വാല്യൂ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ 2.33 കർവ് നോക്കുക. അതെന്ന് പറയുന്നത് പേജ് 46-ലെ കർവ് എടുക്കുക. പേജ് 46-ലെ കർവ് എന്ന് എടുത്തേ. പേജ് 46 കർവ് 2.33, അതില് 630-ക്ക് മുകളിലായിട്ടൊരു ലൈൻ. ഇപ്പൊ 700 നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. 600-നും 800-നും ഇടയിലുണ്ട്. 630 എന്ന് പറയുമ്പോൾ 600-ന് അടുത്തായിട്ട് ഒരു ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. അത് എവിടെ ടച്ച് ചെയ്യേണ്ടത്? കർവ് ഡിയിൽ ടച്ച് ചെയ്താൽ മതി. കർവ് ഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കർവ് ഡിയിൽ ടച്ച് ചെയ്താൽ പറ്റത്തില്ല. ഓക്കെ, റെഫിനിഷ്ഡ് കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ റെഫിനിഷ്ഡ് കേസ് അല്ലെ ഗ്രൗണ്ട് കേസ് അല്ലെ ഷാഫ്റ്റ് ഏതാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തത് അസ്യൂമിങ് റെഫിനിഷ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അസ്യൂമിങ് ഗ്രൗണ്ട് കണ്ടീഷൻ. യൂഷ്വലി നമ്മൾ മിഷൻ ചെയ്യുന്ന ഒരു ഷാഫ്റ്റിന് റെഫിനിഷ്ഡ് സർഫസ് ആയിരിക്കും വരുന്നത്. മിഷൻ ചെയ്യുന്ന ഷാഫ്റ്റ് അല്ല, മിഷൻ ചെയ്ത് കിട്ടുന്ന ഒരു പ്ലേറ്റിന് റെഫിനിഷ്ഡ് സർഫസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഒന്നുകിൽ കർവ് C എടുക്കുക അല്ലെ കർവ് D എടുക്കുക. ഓക്കെ, സോ അത് എടുത്തതിന് ശേഷം നമ്മൾ 0.85 സെറ്റ് ചെയ്യുക. ഓക്കെ, 0.85 സെറ്റ് ചെയ്യുക. ഓക്കെ, C വാല്യൂ കിട്ടി. ഇനി റിലയബിലിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? അത് പേജ് 171, അത് ഇത്തിരി മറ്റൊരു ചാപ്റ്ററിലാണ് കിടക്കുന്നത്. റിലയബിലിറ്റി ഫാക്ടർ പേജ് 171-ൽ അങ്ങനെ ഒരു കർവ് ഉണ്ടോ? ടേബിൾ 3.1, പേജ് 171, ടേബിൾ 3.1. അപ്പൊ 171 എന്ന് പറയുന്ന ടേബിള് ഇല്ല. ടേബിൾ 3.1 എന്ന് എടുത്താൽ ചിലപ്പോൾ പേജ് നമ്പറിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ടേബിൾ 3.1. ഓക്കെ, ഇതിൽ ടേബിൾ നമ്പറും ഫിഗർ നമ്പറും തന്നിരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഹലോ, ഏതാടെ
477 477 477 അതിലെ റെക്കമെൻഡഡ് വാല്യൂസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ പേജ് 477 477 അല്ലേ പറഞ്ഞേ? അത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസ് ആണ്. നമുക്ക് RF റിലയബിലിറ്റിയുടെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ 0.89 ആയിട്ടിരിക്കുന്നത് ഇപ്പൊ 90%-ന് 0.89 ആയി ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഫോർ റിലയബിലിറ്റി 0.9 നമുക്ക് ഇത് പിന്നീട് കണ്ടുപിടിക്കാം കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് 0.9 അങ്ങ് എടുത്താൽ മതി ഇപ്പോഴും, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇനി എൻഡുറൻസ് സ്ട്രെങ്ത് വാല്യൂ 0.5 ടൈംസ് സിഗ്മ അൾട്ടിമേറ്റ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഏതെല്ലാം വാല്യൂസ് കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ സിഗ്മ മീൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, സിഗ്മ മീൻ മെത്തേഡ്, സിഗ്മ ഓൾട്ടർനേറ്റിംഗ് മെത്തേഡ്. ഇനി അതിനകത്ത് ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എൻ വാല്യൂ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. KTF അല്ലെ, KTF വാല്യൂ നമുക്കറിയാം, KFT ആണ് അല്ലെ, ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. എ വാല്യൂ അറിയാം, ബി വാല്യൂ അറിയാം, സി വാല്യൂ അറിയാം, RF വാല്യൂ അറിയാം. ഓക്കെ, സിഗ്മ എൻഡുറൻസ് വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 100/T ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏരിയ നമ്മൾ 50 × T എന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇക്വേഷനിലെല്ലാം ബോട്ടത്തിൽ T വരുന്നുണ്ട്, 100 × T നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് സിഗ്മ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള സെക്കൻഡിലെ ടേംസ് എല്ലാം 0 ആയി പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഓക്കെ, വെയിറ്റ്. ഓക്കെ, സെക്കൻഡിലെ സിഗ്മ മീൻ വാല്യൂ നോക്കുക. നമുക്കറിയാം ഒരു സൈക്ലിക് ലോഡിംഗ് ആണെങ്കിൽ സോറി, ഏതാടെ ബി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അത് ബൈഹേർട്ട് ചെയ്താലേ പറ്റൂ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കമ്പോണന്റിന്റെ സൈസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യമേ സൈസ് അറിയത്തില്ല. പേജ് 25 എന്താ തന്നിരിക്കുന്നത്? പേജ് 25 ബി ഇസ് ദ സൈസ് കറക്ഷൻ ഫാക്ടർ. അത് ഇക്വേഷൻ 2.9 ബി എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നിങ്ങൾ 0.85 ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ സൈസ് ഫിക്സ് ചെയ്യാനല്ല ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾ വിഡ്ത്ത് ഉണ്ട് ബി, അതിന്റെ തിക്നെസ് കൂടി നമുക്ക് കണ്ടുപിടിച്ചാലേ ഇതിന്റെ സൈസ് ഫിക്സ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ സൈസ് അൺനോൺ ആയിട്ടുള്ള പ്രോബ്ലം, തിക്നെസ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് സൈസ് ഈസ് അൺനോൺ. സൈസ് അൺനോൺ ആയ പ്രോബ്ലത്തിൽ ബിക്ക് നമ്മൾ 0.85 അങ്ങ് ഡയറക്ട്ലി എടുത്താൽ മതി കേട്ടോ. ബിക്ക് 0.85 ഡയറക്ട്ലി എടുത്താൽ മതി. അത് അങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളതേ അതിനകത്ത് ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ എല്ലാ പ്രോബ്ലവും സിമിലർ ആയിട്ടാണ് വരുന്നത്. സൈസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും വരുന്നത്. അതിനകത്ത് 0.85 ബി വാല്യൂ എടുക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. സിഗ്മ മീൻ എനിക്ക് തോന്നുന്നു സിഗ്മ മീൻ 0 ആയിട്ട് വരും. അതെ, സിഗ്മ മീൻ 0 ആവുന്നത് കൊണ്ടാണ് ഈ സെക്കൻഡ് ടൈം 0 ആയി പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ തിക്നെസ് കണ്ടുപിടിക്കുന്നു. 23.28 എന്ന് കിട്ടുന്നു. നിങ്ങൾ ആ വാല്യൂ ഇട്ടിരുന്നാൽ മതി. 30 ആക്കണോ നിർബന്ധമൊന്നുമില്ല, കാരണം തിക്നെസ്സിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണോ നിർബന്ധമില്ല. എന്നാൽ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ 2 പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. ആദ്യത്തേതിൽ ഒരു ടെൻസൈൽ ലോഡും വരുന്നുണ്ട്, കൂടാതെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡും വരുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ അൾട്ടിമേറ്റും അതുപോലെ ഈൽഡ് പോയിന്റ് സ്ട്രെങ്തും കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ടേബിള്, ഈ ഡാറ്റാ ബുക്കിന്റെ എൻഡിലുള്ള ടേബിൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് സൈക്ലിക് ലോഡിങ് മാത്രം വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ രണ്ടാമത് ചെയ്തു. അവിടെ എന്താണ്, ഡയമീറ്റർ അല്ല കണ്ടുപിടിക്കുന്നത്, തിക്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രോബ്ലം ഉണ്ടോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ 2 പ്രോബ്ലം ചെയ്തിട്ട് ആൻസർ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുക്കുക. ക്വസ്റ്റ്യൻ താല്പര്യമുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ.
മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നാളെ വരെ സമയമുണ്ട് കേട്ടോ. നാളെ 11 മണിക്ക് മുമ്പായിട്ട് ET ലാബിൽ അത് സബ്മിറ്റ് ചെയ്യണം. 11 മണിക്ക് ശേഷം അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡൻസ് എടുക്കാൻ പോവാണ്. നിങ്ങള് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങളുടെ റോൾ നമ്പർ മാർക്ക് ചെയ്യുക. ഓക്കെ. സോ നമ്മൾ ക്ലാസ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.